उड़ते आजा सजना तेरी याद सतावे, टोली टोल बजावे, गीत खुशी दे गावे। ओ शाबा रब 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 तेरा रब मेरा रब तेरा रब मेरा रब 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 तेरा रब मेरा 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 रब പഞ്ചാബി ബംഗട നെഞ്ചോരം കൊണ്ടുവാ തഞ്ചത്തിൽ കൊഞ്ചിടാവോ അജ നച്ചലേ നച്ചലേ ചടനാ ജാവി ढोला ചടനാ ജാവി ढोला ചടനാ ജാവി ചടനാ ജാവി ढोला ढोला चढ़ना जावी ढोला चढ़ना जावी ढोला चढ़ना जावी चढ़ना जावी ढोला ढोला रब 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 तेरा रब मेरा रब तेरा रब मेरा रब 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 तेरा रब मेरा 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 रब आदिया 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 सजना तेरी याद सतावे, टोली टोल बजावे, गीत खुशी दे गावे, गुलिया मुस्कुरावे, गुलिया मुस्कुरावे, मुस्कुरावे मुस्कुरावे मुस्कुरावे। കുരുക്കുത്തി മുല്ലേ പെണ്ണെ നിന്നെ കാണാൻ എന്തേ ചേല്, കുരുക്കുത്തി മുല്ലേ പെണ്ണെ നിന്നെ കാണാൻ എന്തേ ചേല്, ഇളവയിലാണോ മലരമ്പാണോ ചൊല്ലു ചൊല്ലു, കണ്ണിനും പല്ലേ പല്ലേ കാതിനും പല്ലേ പല്ലേ, കൊങ്ങിനും പൊന്നെ വന്നി ആഘോഷത്തിൽ പല്ലേ പല്ലേ, ചടനാ ജാവി ढोला चढ़ना जावे ढोला चढ़ना जावे चढ़ना जावे ढोला ढोला रब 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 तेरा रब मेरा रब तेरा रब मेरा रब 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 तेरा रब मेरा रब तेरा रब मेरा रब तेरा रब मेरा रब मेरा रब मेरा रब तेरा रब मेरा रब तेरा रब मेरा रब। കുടമണി മെല്ലെ തുള്ളി തുള്ളി പായും ചോലക്കാറ്റേ, കുടമണി മെല്ലെ തുള്ളി തുള്ളി പായും ചോലക്കാറ്റേ, പല വഴി പോയിട്ട് ഈ വഴിയോരം വന്നേ വന്നേ, മാനമേ ബല്ലേ ബല്ലേ മേഘമേ ബല്ലേ ബല്ലേ, മാരിവിൽ പൊണ്ണെ വന്നും നാടിപ്പാടും ബല്ലേ ബല്ലേ, ചടനാ ജാവി ढोला चढ़ना जावे ढोला चढ़ना जावे चढ़ना जावे ढोला ढोला रब 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 तेरा रब मेरा 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 रब। പഞ്ചാബി ബംഗട നെഞ്ചോരം കൊണ്ടുവാ തഞ്ചത്തിൽ കൊഞ്ചിടാമോ അജ നച്ചലേ നച്ചലേ ചടനാ ജാവി ढोला चढ़ना जावे ढोला चढ़ना जावे चढ़ना जावे ढोला ढोला चढ़ना जावे ढोला चढ़ना जावे ढोला चढ़ना जावे चढ़ना जावे ढोला ढोला। അച്ചുകുട്ടി ചേച്ചി തകർത്തു. താങ്ക് യു. എന്തൊരു എനർജി ആയിരുന്നു ആ ശബ്ദം, ഞങ്ങൾ എല്ലാരും ഫാനായി അല്ലേ? താങ്ക് യു. ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ കിളിനാദം പോലത്തെ ശബ്ദം, പക്ഷെ ടോൺ മാറ്റി നീ പാടിയത് ഭയങ്കര അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു. സത്യം പറഞ്ഞ ഒറിജിനൽ ടോൺ അങ്ങനെയാ. അങ്ങനെയാണോ? അതാണ് ഒറിജിനൽ. ഓക്കെ ഇതുവരെ ഞങ്ങളെ പറ്റിക്കായിരുന്നു.
കബളിപ്പിച്ചു ഞങ്ങളെ. പറ്റില്ല, വിശ്വസിക്കാൻ പറ്റില്ല. നമ്മുടെ അടുത്ത് ഇങ്ങനെ സ്വീറ്റ് ആയിട്ട് ഓന്നൊക്കെ പറഞ്ഞു നിന്നിട്ട്. അപ്പൊ ഇതാണ് ശരിക്കുള്ള ശബ്ദം അല്ലേ? കൊള്ളാം. എന്തായാലും ഡാൻസ് ഒക്കെ കളിച്ചു. ഒരുപാട് കളിക്കാതെ ഇങ്ങനത്തെ ഒരു പാട്ടായതുകൊണ്ടാണ്. അല്ല, കയ്യിന്ന് പാട്ട് പോയ ആ പണി പാടുമല്ലോ. അതെ അതെ, ഓക്കെ, ചോദിക്കാം നമുക്ക്. എന്നിട്ട് പോയല്ലോ ചേച്ചി. ചക്കരെ അച്ചു ഓ സൂപ്പർ ആയിരുന്നു. താങ്ക് യു മാം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ കോറസും നിങ്ങൾ വല്ലാണ്ട് അങ്ങ് സപ്പോർട്ട് ചെയ്തു. അതെ. അടിപൊളിയായിരുന്നു. സൂപ്പറായിരുന്നു. തിമിർത്ത് എല്ലാരും കൂടി ഫാന്റാസ്റ്റിക്. സാധാരണ ഈ ഒരു പാട്ടിനൊക്കെ കുറെ ഗ്രൂപ്പ് ഡാൻസേഴ്സ് ഒക്കെ വേണം, എന്നാലേ നമുക്ക് അതങ്ങ് തെളിയിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഒറ്റയ്ക്ക് നിന്ന് സൂപ്പർ. താങ്ക് യു. ഡീറ്റെയിൽസ് ഒക്കെ പറയൂ പാട്ടിന്റെ. മ്യൂസിക് ചെയ്തിരിക്കുന്നത് എം ജയചന്ദ്രൻ സാറാണ്. ലിറിക്സ് മുരുകൻ കാട്ടാക്കട സാറാണ്. മൂവി മല്ലു സിംഗ് ആണ്. പാടിയത് ശങ്കർ മഹാദേവൻ സാർ, സുചിസ്മിത മാം, സിത്താര മാം. ഓക്കെ, ഗുഡ്. 3 പേര് പാടിയതും ഒറ്റയ്ക്ക് നിന്ന് പാടി. ഓ, നല്ല നല്ല ഒരു വോയിസ് ത്രോ ഉണ്ടായിരുന്നു മോളുടെ ഒരു പാട്ടിനകത്ത്. ത്രൂ ഔട്ട് ദ സോങ് നല്ല വോയിസ്, ഒരു ഗംഭീരമായ ഒരു ശബ്ദം. ശരിക്കും നമുക്ക് ആ ഒരു വോയിസ് ഒരു പെട്ടെന്ന് ഇങ്ങനെ കുയില് പോലെ ഇങ്ങനെ പാടിപ്പോയി എന്നുള്ള ഫീലിങ്ങേ വന്നില്ല. ശരിക്കും ഒരു പഞ്ചാബി, ഒരു ഭാംഗട സ്റ്റൈല്, ഒരു വോയിസ് കൾച്ചർ ഉണ്ടായിരുന്നു ഫുൾ പാട്ട് ത്രൂ ഔട്ട്. പിന്നെ ഭംഗിയ ഇടയിൽ മാത്രം ചരണം എത്തിയപ്പോൾ കുറച്ചൊന്ന് ക്ഷീണിച്ചു ഒരു സ്ഥലത്ത്. അവിടെ ഞാനൊന്ന് നിർത്തിയതാ, കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തിയതാ. തൊണ്ട ഡ്രൈ ആയി. എന്നാലും മോളത് നല്ല പോലെ ഹാൻഡിൽ ചെയ്തു. കാരണം ഒരുപാട് സ്ഥലത്ത് കിതപ്പ് വരാവുന്ന അല്ലേ അർജുൻ? അർജുനല്ലേ ഇതിന്റെ ആള്, കിതപ്പിന്റെ ആള്. അത് കിതപ്പ് വരാവുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു. പക്ഷെ മോള അസാധ്യമായിട്ട് അത് മാനേജ് ചെയ്തു. ഭംഗിയായിരുന്നു. പിന്നെ കാണാനും നല്ല സുന്ദരിയായിട്ടുണ്ട്. ഒരു പഞ്ചാബി കുടി. താങ്ക് യു. നല്ല രസമുണ്ടായിരുന്നു മോളെ. എനിക്ക് ഇതിൽ ആ പോർഷൻ മാത്രമാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇത് ആക്ച്വലി ഒരു മെയിൽ സോങ് ആണ്. നമുക്ക് ശങ്കർജിയുടെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഒരു മെയിൽ അങ്ങനത്തെ ഒരു പവർഫുൾ സിംഗിങ് ആണ്. എന്നാലും മോളുടെ രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു. ചെറിയ 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 ഫൈൻനെസ് അവിടെ ഇവിടെയൊക്കെ ആവാം. പക്ഷെ എന്നാലും ഇതൊരു ആസ് എ പെർഫോമൻസ് നോക്കുമ്പോൾ ഓ താരാണ് അച്ചു. മോള് വല്ലാണ്ട് അങ്ങ് മാറി. പഴയ അച്ചുവേ അല്ല, ഒരു പുതിയൊരു സിംഹം. അതെ, ബ്യൂട്ടിഫുൾ ഡാ മോള്. സൂപ്പർ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ആരാ ഇത് സെലക്ട് ചെയ്തേ? ഞാൻ കൊറേ സോങ്സ് കൊടുത്തിരുന്നു, പക്ഷെ അതൊന്നും കിട്ടിയില്ല. ഇല്ല, കിട്ടിയില്ല. അവസാനം റബ്ബ് സജസ്റ്റ് ചെയ്തത് ഗോവിന്ദേട്ടനാണ്. ഗോവിന്ദനാണല്ലേ? ഗോവിന്ദ റബ്ബിന്റെ ആളല്ലേ? ചേട്ടൻ പറഞ്ഞു കൊടുത്തു നോക്ക് എന്നുള്ള രീതിക്ക് കുറച്ച് പാട്ട് തന്നു. അപ്പൊ അതന്നെ കിട്ടി. അത് കിട്ടി. അതെ, ഗോവിന്ദൻ കൊടുത്ത പാട്ടായിരിക്കും അത്. ചിലപ്പോ മെയിൽ സോങ് അല്ലേ ഇത്? പാവ ആ കുട്ടീനെ ഇട്ട് കഷ്ടപ്പെടുത്താൻ. അല്ല, ഞാൻ അശ്വതിക്ക് മാത്രല്ല, ഞാൻ അക്ഷയ്ക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓ, ഇതേ പാട്ടോ? ഈ പാട്ടിനോട് എന്താ ഇത്ര ഇഷ്ടം? അല്ല, എനിക്ക് പെട്ടെന്ന് ഇപ്പൊ ശങ്കർജിയുടെ പാട്ട് അക്ഷയ് കൂടുതൽ പാടലാണല്ലോ. ആണോ? അക്ഷയ് പാടോ അത്? അക്ഷയ്ക്ക് ഓൾറെഡി പാട്ടായി. പിന്നെ ഇപ്പൊ അശ്വതിക്ക് പാട്ടായിട്ടില്ല. അപ്പൊ തെറ്റിദ്ധരിക്കേണ്ട ആച്ചു പറഞ്ഞു. ഞാനിപ്പോ പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും പാട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. എല്ലാരും വഴി തെറ്റിക്കുന്നു. ആർക്കും സംശയം തോന്നാതിരിക്കാൻ അക്ഷയ്ക്കും പറഞ്ഞു കൊടുത്തായിരുന്നു എന്നൊക്കെ. 100 പെണ്ണുങ്ങളുടെ ഇടയിൽ ഒരാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു ചേച്ചി. ശരത് സർ. അച്ചു സാർ. എന്തുണ്ട് അച്ചു? സുഖം. ഈ ഐറ്റം കൈ വെച്ച് ഫിറ്റ് ചെയ്തൊക്കെയാണ് ഈ തുണി ഫിറ്റ് ചെയ്തേക്കാണ്. ഇപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഗോവിന്ദൻ പാടിയതാണ്. നന്നായിരുന്നു ഗോവിന്ദ. നീ അതിനു വേണ്ടിയാണല്ലോ ഈ പാട്ടെടുത്ത് കൊടുത്തത്. അതെ, അവനൊരു സ്ക്രീൻ സ്പേസ്. കാര്യം അത് ഒരു സ്വാർത്ഥ ചിന്തയല്ലേ? നിനക്ക് ഷൈൻ ചെയ്യാൻ വേണ്ടി വേറൊരു കുട്ടിയെ കുഴിയിലോട്ട് തള്ളിയിടുക എന്ന് പറഞ്ഞാൽ ഇല്ല. സാർ ഇങ്ങനെ പറഞ്ഞു ഞെട്ടിപ്പോയി. അത് നന്നായിരുന്നടാ ഗോവിന്ദ, സൂപ്പർ. അതുപോലെ യാഷും സൂപ്പർ. പിന്നെ 3 സ്ത്രീജനങ്ങളും കലക്കി. അവരുടെ ക്രോമാറ്റിക് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്നാലും ഓക്കെ, നിങ്ങളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ. ഈ ആണുങ്ങൾ തകർത്തു. ഓ പുലികൾ. ഇപ്പോൾ പാട്ട് രസമുണ്ടായിരുന്നു. പക്ഷെ എന്നാലും എവിടെയോ ഒരു 5 പൈസയുടെ കുറവുണ്ട്. ഈ തുടക്കത്തിലുള്ള ഒന്ന് പാടാമോ? അതും നമുക്ക് ആ തെന്നിപ്പോയ സ്ഥലവും കൂടെ പാടാം. हुण ते आजा सजना तेरी याद सतावे, टोली टोल बजावे, गीत खुशी दे गावे. മതി, ബോധിച്ചു. അതൊക്കെ ശ്രുതി ചേർത്തോളാം.
ഇതായിരുന്നല്ലേ ശബ്ദം? അതെ. അപ്പൊ സംസാരിക്കുന്നവ ഇങ്ങനെയാണോ എന്റെ അടുത്ത് ഇങ്ങനെ അല്ലല്ലോ സംസാരിച്ചത്. ഇങ്ങനെ സംസാരിക്കുമ്പോ ഇങ്ങനെ തന്നെയാ, പാടുമ്പോ അങ്ങനത്തെ സൗണ്ട് അതല്ല. എന്ന് പറഞ്ഞു അല്ല, സംസാരിക്കുമ്പോ ഇങ്ങനെ ഹലോ ഹലോ. മറ്റേ മധു ബാലകൃഷ്ണനാണോ? അവനാണിത്. ഓപ്പൺ ത്രോട്ടിലെ കുറച്ചുകൂടി എനിക്ക് കംഫർട്ട് പാടുമ്പോ, അപ്പൊ അങ്ങനെ. നല്ലത്. അപ്പൊ ഈ ഓപ്പൺ ത്രോട്ടിൽ കംഫർട്ടബിൾ ആണ് സിംഗിങ് അല്ലേ? ആ സ്ഥിതിക്ക് ഞാൻ അങ്ങോട്ട് വരട്ടെ സ്റ്റേജിലേക്ക്. ഞാൻ സ്റ്റേജിലേക്ക് വരട്ടെ. എടോ എനിക്ക് സ്റ്റേജ് വന്നു ഇവിടെ. ആ സാർ വരൂ. എന്തോന്നടേ ഇത്? ഓൾവേസ് വെൽക്കം. മനുഷ്യ ബാക്കി കാര്യം കൂടി പറ. ഷാനെ, എന്തോ ഈ ഇന്ന് പാടിയില്ലേ ഈ പഞ്ചാബി ഗുഡി, അപ്പൊ അതിന് എം എ അല്ലേ, റാങ്ക് ഉണ്ട്. വേറെ എന്ത് വേണം? അത് പറഞ്ഞതിന് ശേഷം ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല, അതിന് മേടിച്ചു വെച്ചു. ഓ സൂപ്പർ, കൺഗ്രാറ്റുലേഷൻസ്. എത്രാമത്തെ റാങ്കാന്നും കൂടി പറ. 5th. ഉള്ളതാവട്ടെ, നല്ലത് കിട്ടിയല്ലോ അതിലുണ്ട്. അതെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഓക്കെ, അപ്പൊ MA-ക്ക് 5th റാങ്ക് കിട്ടിയ ഞങ്ങളുടെ അച്ചുകുട്ടിക്ക് കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. കഷ്ടപ്പെട്ട് പഠിച്ചല്ലേ, പറയൂ ആ സന്തോഷം ഞങ്ങളോട് ഷെയർ ചെയ്യ്. അങ്ങനെ പറഞ്ഞ ഞാന് BA പഠിക്കാതെയാണ് MA പഠിച്ചത്. അതായത് നന്നായി. അങ്ങനെയല്ല, അപ്പോ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നല്ലോണം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞ. പിന്നെ 5th റാങ്ക് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല സത്യം പറഞ്ഞ, എങ്ങനെയോ കിട്ടി. കഷ്ടപ്പാടൊന്ന് ഷെയർ ചെയ്യൂ. പ്രിപ്പറേഷൻസ് അതായത് ക്ലാസ് എടുക്കുമ്പോൾ തിയറി എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ ഫ്രണ്ട്സ് കുറേ പേര് ഹെൽപ്പ് ചെയ്തായിരുന്നു. അങ്ങനെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ BA പഠിക്കാതെ വന്നിട്ട് ക്ലാസ്സിലുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഹെൽപ്പ് ചെയ്തു, ടീച്ചേഴ്സ് ആണെങ്കിലും. അങ്ങനെ കുഴപ്പമില്ലാതെ രാവും പകലും ഇരുന്ന് പഠിച്ച്. അത്രയ്ക്ക് പഠിപ്പൊന്നും ആയിരുന്നില്ല. രാവ് ഉറങ്ങി പകലിരുന്ന് കുറച്ച് പഠിച്ചു. അല്ല, വലിയ പഠിപ്പൊന്നുമല്ല, എടുക്കുന്നത് അപ്പപ്പോ പഠിച്ചു പോവായിരുന്നു. വലിയ പഠിപ്പൊന്നുമല്ല, പക്ഷെ 5th റാങ്ക് ഉണ്ട്, കുഴപ്പമില്ല. വലിയ കാര്യമാണ് കിട്ടിയത്, അതിൽ കുറെ സന്തോഷം. താങ്ക് യു ശരത് സർ. ഷാനിക്ക. അശ്വതി അച്ചു സാർ, ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻസ് മോളെ. താങ്ക് യു. നന്നായിട്ട് പാടി. ഈ പാട്ടിന് കൊടുക്കേണ്ട ഒരു വോയിസ് മോഡുലേഷൻ ഉണ്ട്. ആ ഒരു മോഡുലേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഈ പാട്ടേ വർക്ക് ആവില്ല. അത് കൃത്യമായിട്ട് അച്ചു കൊടുത്തിട്ടുണ്ട്. താങ്ക് യു. കലക്കി. പിന്നെ ചെറിയ കാര്യമല്ല അച്ചു ചെയ്തത്. ഒന്ന് എന്ന് പറഞ്ഞാല് 3 പുപ്പുലികൾ പാടിയ ഒരു പാട്ടാണ് അച്ചു ഒറ്റക്കെടുത്ത് പാടിയത്. പിന്നെ അത് കൂടാതെ ഈ പറഞ്ഞ ഡാൻസേഴ്സ് ഇല്ലാതെ ഈ ഒരു പാട്ട് ആ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അങ്ങനത്തെ ഒരു ടെമ്പോ, അങ്ങനത്തെ ഒരു ഫെസ്റ്റിവൽ പരിപാടിയാണ് ഈ പാട്ട്. അപ്പൊ അത് 2 കർച്ചീഫ് കൊണ്ട് മോൾ അത് അടിപൊളിയായിട്ട് ചെയ്തു. ഞാനിങ്ങനെ അവളവിടെ നിന്നപ്പോൾ ഫസ്റ്റ് അവിടെ പോയി നിന്നപ്പോൾ ഞാൻ ചോദിച്ചത് ഈ 2 കർച്ചീഫും പിടിച്ചോണ്ട് നിൽക്കണേ. പക്ഷെ പാട്ട് സ്റ്റെപ്പ് അങ്ങ് തുടങ്ങിയപ്പം കളർ മാറി. അടിപൊളിയായിരുന്നു, നല്ലൊരു ഇതായിരുന്നു. എനിക്ക് ആക്ച്വലി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ആ ഒരു വോയിസ് മോഡുലേഷൻ, വേറൊരു വോയിസ്. സാധാരണ നമ്മൾ കേൾക്കുന്ന അച്ചുയുടെ വോയിസ് അല്ല നമ്മൾ കേട്ടത്, ഇത് വേറെ തന്നെ ഒരു വേറൊരു സ്വഭാവം, മറ്റൊരു സ്വഭാവം. എന്തായാലും അടിപൊളി മോളെ കേട്ടാ. ഇങ്ങനെ തന്നെ പുതിയ പുതിയ വേരിയേഷൻസും വെർസറ്റാലിറ്റിയും ഒക്കെ കാണിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഓക്കെ, മാർക്സ് ചോദിക്കാം. ശരത് സർ. യെസ്. മാർക്ക്. അച്ചു സർ 8.7. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക. ഞാനൊരു ചെറിയൊരു പോയിന്റ് ഇച്ചിരി ഒന്ന് കൂട്ടി തരാം, ഒരു 8.8. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ചേച്ചി എത്രാമത്തെ റാങ്കാന്ന് പറഞ്ഞു? 5th. ഗുഡ് ഗേൾ. ഗുഡ് ഗേൾ ആണ്. അപ്പൊ ഭാവി ഓൾറെഡി സുരക്ഷിതമാണ്. എന്നാലും നമുക്ക് ഈ മാജിക് കുടത്തിലേക്ക് നമുക്ക് ഇവിടുത്തെ ഭാവി ഒന്ന് സുരക്ഷിതമാക്കാം. അതെ. താങ്ക് യു ചേച്ചി. സോ ടോട്ടൽ 17.5.
ഓക്കേടാ, അവിടെ